സിനിമ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ചില സ്റ്റൈൽ, സ്വാഗ്, ആറ്റിറ്റ്യൂഡ്, ഈ വയലൻസ് ഒക്കെ വരുമ്പം അല്ലെങ്കിൽ ഒരുപാട് ഇതൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നോർമലായിട്ട് തോന്നാം. പെർമിസിബിൾ ഏജ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ആണെങ്കിൽ പിന്നെ അത് അതിനാണ് മനുഷ്യന് കോമൺ. എന്തവരുടെ ജീവിതത്തിൽ തോന്നുന്നതും സംശയങ്ങളും അവരുടെ അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കാൻ ഫസ്റ്റ് അവർക്ക് ധൈര്യം തോന്നേണ്ട സ്ഥലം അവരുടെ കുടുംബമായിരിക്കും. പപ്പനോ അല്ലെങ്കിൽ ചാക്കോമാഷായിട്ടോ കാര്യമില്ല, കുറച്ച് പിള്ളേർക്ക് അഭിനയത്തിനോട് ഒരു ടേസ്റ്റ് വന്നതായിട്ട് ഞാൻ തടയുമല്ലോ. ഉറപ്പല്ലേ ഒരുത്തരൊക്കെ വന്നിരുന്ന് ഭാവിയിൽ എന്നെ കുറിച്ച് എന്തൊക്കെ പറയും. അങ്ങനെയൊക്കെ വന്ന അയ്യോ എന്റെ അപ്പൻ അങ്ങനെ ആയിരുന്നു, എന്റെ അപ്പൻ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, അങ്ങനെ ചെയ്യുന്ന ഒരുത്തരിപ്പോ ഉണ്ടല്ലോ. എനിക്ക് കുഞ്ഞുകുട്ടികൾ എന്റെ കൂടെ ഇരുന്ന കരയും. ഒരു 5-10 മിനിറ്റ് ഞാൻ കരയും. കാര്യം ഒന്നും പറയാനില്ലല്ലോ. VS-നോടുള്ളൊരു ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടമാണ്. ആസ് എ വ്യക്തി, ആസ് എ സിംഗർ, ആസ് എ ഡയറക്ടർ, ആസ് എൻ ആക്ടർ. ഇത് 4 പുള്ളിയോട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പൊ ആ ഇഷ്ടം ഇച്ചിരി കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് കിട്ടും. കല്യാണം വരെ ഞാൻ മാറ്റി വെച്ചാലും ഞാൻ വരും, വന്ന് അഭിനയിക്കും എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അത് ലിജോ ചേട്ടൻ പറയുന്നത് മലയാളത്തിന്റെ ലാലേട്ടൻ അല്ലേ. ലാൽ സാറിനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്ന ഭാഗ്യം, അത് ഹാർഡ് കോർ ഫാനായി എനിക്ക് എന്ത് വില കൊടുത്തും അത് നേടണമെന്നുണ്ടായിരുന്നു. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. അഭിനയപ്രേമിയായിട്ട് സിനിമയിലേക്ക് വന്ന വ്യക്തിയല്ല അജു ചേട്ടൻ. ഒരു അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഡയറക്ഷൻ ആ ഒരു മേഖലയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. അപ്പം മുന്നേ അഭിനയപ്രേമി അല്ലാത്തതുകൊണ്ട് തന്നെ ക്യാമറയുടെ മുന്നിൽ വരുന്നത് പേടി മാറ്റാൻ, ഫിയർ ഓഫ് ആക്ടിങ് മാറ്റാൻ വേണ്ടിയാണ് ക്യാമറയുടെ മുന്നിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ എന്ത് വിഷനിലൂടെയാണ് ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ അജു ചേട്ടൻ നിൽക്കുന്നത്? സെയിം ഫിയർ തന്നെയാണ്. ആ ഫിയർ മാറുക എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല പോകുന്നു. ഇവിടെ എനിക്ക് ഫിയർ ഉണ്ടല്ലോ. ഉണ്ടല്ലോ. നമുക്ക് ഇപ്പൊ ഒരു കോൺഷ്യസ് ഫീൽ ഉണ്ടല്ലോ അവിടെ ക്യാമറ ഉണ്ടെന്നുള്ളത് നമ്മളുടെ ഇതിലുണ്ട്. അത് സത്യസന്ധമായിട്ട് പറയാം. നമ്മളിപ്പം വളരെ ഈസി ആയിട്ടിരിക്കുക, നമ്മുടെ തന്നെ മൊബൈൽ നമ്മളെടുത്ത് ഇവിടെ ഓൺ ആക്കിയുണ്ടല്ലോ, ഒരു കോൺഷ്യസ്നെസ് വരും. ആ ഇത് തീർച്ചയായിട്ടും ഇപ്പോഴും ഉണ്ട്, കോൺഷ്യസ് ആകും. ആ കോൺഷ്യസ്നെസ് ഫീലിൽ നിന്നുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നത്. ചിലർക്ക് അത് ഇല്ല, അവർക്ക് വളരെ അത്രയും ടാലന്റഡോ അത്രയും മികച്ച അല്ലേ കഴിവ് ഇൻ ദ സെൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നു ഒക്കെ അത് മാറ്റിയെടുക്കും. ധ്യാൻ ചേട്ടന് അങ്ങനത്തെ ഒരു പ്രശ്നം വരാറില്ല. ചിലപ്പോൾ നമുക്ക് വളരെ ഒട്ടും ഭയമില്ലാത്ത ഒരാൾക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഭയങ്കര കെയർഫുൾ ആയിട്ട് ഇപ്പൊ വണ്ടി റിവേഴ്സ് എടുക്കാം ചെറിയൊരു വഴി കൂടെ, വലിയ ശ്രദ്ധയൊന്നും ഇല്ലാതെ ഒരുത്തൻ ചിലപ്പോ എളുപ്പത്തിൽ അങ്ങ് എടുത്തോണ്ട് വരും. വളരെ ശ്രദ്ധിച്ച് വരുന്നവനായിരിക്കും അവസാനം വന്ന് അവിടെ ഒരു ആ വ്യത്യാസമുണ്ട്. ഇപ്പം മല്ലികമ്മയുടെ കോൺവെർസേഷനിലും അല്ലാതെ ഞാൻ മുന്നേ കോൺവെർസേഷനിലും പറയണം എന്ന് ആഗ്രഹിച്ചതാണ്. ഇപ്പത്തെ മൂവീസ്, ഇപ്പൊ കുറച്ച് അധികമായിട്ട് ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ സ്കൂൾ കുട്ടികളുടെ പെരുമാറ്റ രീതിയിൽ മാറ്റം, നമ്മൾ പോലും വിചാരിക്കാത്ത സിനിമാറ്റിക് ആയിട്ട് രീതിയിലാണ് പിള്ളേരൊക്കെ ഇപ്പൊ റിയൽ ലൈഫിനെ കണ്ടു തുടങ്ങുന്നത്. ഇപ്പൊ കുറെ ചർച്ചകൾ വരുന്നത് സിനിമ പിള്ളേരെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്, വയലൻസ് പടം പ്രൊമോട്ട് ചെയ്യരുത്, അതാണ് പിള്ളേരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്നൊക്കെ ഇപ്പൊ ചർച്ചകൾ വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇപ്പൊ ഞങ്ങളുടെ നെയ്ബേഴ്സ് ആയാലും പോകുമ്പോൾ ഇവര് തിയേറ്ററിൽ പോകുമ്പോൾ പിള്ളേരെ അച്ഛനമ്മമാരുടെ അടുത്താക്കിയിട്ട് പോവുക. ഇപ്പോഴത്തെ ജനറേഷനിലത്തെ ഇപ്പൊ വളർന്നു വരുന്ന കുട്ടികൾ ആരെയും മൂവീസ് കാണിക്കുന്നില്ല പേരൻസ്. കാരണം അവർക്ക് കാണാൻ പറ്റുന്ന മൂവീസ് അല്ല വരുന്നേ എന്ന് എല്ലാരെയും ഗ്രാൻഡ് പേരൻസിന്റെ അടുത്ത് കൊണ്ടാക്കിച്ചിട്ട് അച്ഛനും അമ്മയൊക്കെയാണ് പോകുന്നത്. അപ്പൊ അതിനോട് എങ്ങനെയാണ് അജു ചേട്ടൻ യോജിക്കുന്നത്? പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ കിളിബോയ് ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ഇതിൽ എത്രമാത്രം അഭിപ്രായം പറയാൻ പറ്റും എന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ അന്ന് 13 വർഷം മുന്നേ കിളിബോയ് ചെയ്ത ഒരാളായിരുന്നു. സിനിമ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങുന്നു. ചില സ്റ്റൈൽസ്, സ്വാഗ്, ആറ്റിറ്റ്യൂഡ്, നടത്തം, ഡാൻസ് മൂവ്സ് ഒക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? രജനി സാറിനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള അദ്ദേഹത്തിന്റെ സ്റ്റൈൽ.
നമ്മുടെ സൂപ്പർ സ്റ്റാർസ് എപ്പോഴാണ് ജനിക്കുന്നത്? ഒരു വലിയ മേജർ ഭൂരിപക്ഷത്തെ അവരുടെ ആക്ടിങ് എന്നുള്ളത് നടന്മാരെന്നുള്ളത് മാറ്റി നിർത്തി സൂപ്പർ സ്റ്റാർസ് ആവുന്ന എങ്ങനെ, സ്റ്റാർ ആവുന്ന എങ്ങനെ, ഒരു വലിയ ഭൂരിപക്ഷത്തെ അവര് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോഴല്ലേ. അപ്പൊ തീർച്ചയായിട്ടും അതിൽ നല്ല വശവും മോശവശവും ഉണ്ട്. ഒരുപാട് ഈ വയലൻസ് ഒക്കെ വരുമ്പം അല്ലെങ്കിൽ ഒരുപാട് ഇതൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നോർമലായിട്ട് തോന്നാം. ഒരു പ്രായം കഴിയണമല്ലോ നമ്മളുടെ സെൻസിബിലിറ്റിയും ഒക്കെ മാറാൻ, ഇത് സിനിമയാണെന്ന് തിരിച്ചറിയാൻ. ഞാൻ പറഞ്ഞ മുതിർന്ന് ഒരു 18 വയസ്സ് കഴിഞ്ഞ് നമ്മുടെ ഇന്ത്യൻ ഇത് പ്രകാരം പെർമിസിബിൾ ഏജ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ആണെങ്കിൽ പിന്നെ അത് അതിനാണ് മനുഷ്യന് കോമൺ സെൻസ്. അതിന് താഴോട്ട് തീർച്ചയായിട്ടും സിനിമയുടെ ഇൻഫ്ലുവൻസ് റോങ് ആവുന്നത് കുഴപ്പം ചെയ്യും. അത് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് സിനിമാ തിയേറ്ററിൽ നമുക്ക് ഈ ബാറിങ് വെക്കാം. ഏത് AUA അതിൻ്റെ താഴോട്ട് ഒക്കെ വെച്ച് നമുക്ക് സിനിമാ തിയേറ്ററിൽ നമുക്ക് റെസ്ട്രിക്ഷൻസ് വരുത്താം. OTTയിൽ എന്ത് ചെയ്യും? കാര്യം ഇപ്പൊ വീട്ടിൽ അച്ഛനമ്മമാരില്ലെങ്കിൽ ഒരു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഇത് കാണാൻ ആക്സസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഇതിലെ ക്ലിപ്പുകൾ മുറിച്ച് ഡിജിറ്റൽ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അപ്പം അത് പൂർണ്ണമായും അവരുടെ കണ്ണിൽ പെടാതിരിക്കും നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റില്ല. അപ്പൊ അത് കൂടെ ഒന്ന് മേക്ക് ഷുവർ ചെയ്താൽ ഇതിൽ സിനിമയ്ക്ക് സിനിമേതായ സ്വാതന്ത്ര്യമുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയണില്ല. അതുകൊണ്ടാണല്ലോ ഈ ഒരു ഇതൊക്കെ വെച്ചേക്കുന്നത്. റെപ്രസെന്റേഷൻസ് ആവാം, സൊസൈറ്റിയിലുള്ളതിന്റെ റെപ്രസെന്റേഷനാണ് സിനിമ. ഒരിക്കലും സിനിമയിലെ വയലൻസ് കൂടി പോയിട്ടില്ല. ഓക്കെ, പക്ഷെ ആ റെപ്രസെന്റേഷൻ കാണിക്കുന്നത് അതത് പ്രായത്തിലുള്ള വ്യക്തികൾക്ക് എത്താനാ, അതിലല്ലാത്തവരിൽ എത്തരുത്. അത് നമുക്ക് എന്താ ഫുൾ പ്രൂഫ് ചെയ്യാൻ പറ്റാറില്ല. ബിക്കോസ് തിയേറ്റർ മാത്രമേ നമുക്കുള്ളൂ നമ്മുടെ കയ്യിൽ. OTTയും ഒരു പരിധി വരെ വെക്കാം, ലോക്കും ഒക്കെ ഉണ്ടല്ലേ ഏജ്. പക്ഷെ അതും എത്ര പേര് അതിനെ കുറിച്ച് അറിവുണ്ട്? ഇഗ്നോറന്റ് ആവും പലരും. അല്ല, പക്ഷെ എത്ര പേര് ചെയ്യും? തിയേറ്ററിൽ ഇത് സർട്ടിഫിക്കേഷൻ നോക്കാതെ കൊണ്ടുവന്ന പാരന്റ്സ് ഉണ്ട്. മനസ്സിലായോ? ഇത് ഏറ്റവും പ്രശ്നം. ഇത് കട്ട് ചെയ്ത് ഈ സോഷ്യൽ മീഡിയ വരുമ്പം അത് പിള്ളേരിൽ ആക്സസ് കിട്ടും. ബിക്കോസ് മൊബൈലിലുള്ള സിനിമയ്ക്ക് റെപ്രസെന്റേഷൻ എന്തും ചെയ്യാം, സൊസൈറ്റിയുടെ റെപ്രസെന്റേഷൻ ആയിട്ടുള്ള എന്ത് കാര്യവും ചെയ്യാം. ഞാൻ വീണ്ടും പറയുന്നതാ, സിനിമയെ സൊസൈറ്റിയെക്കാളും വലിയ വയലൻസ് ഒന്നും സിനിമയെ കാണിച്ചിട്ടില്ല സൊസൈറ്റി നടക്കുന്നത്. പക്ഷെ അത് നമ്മൾ പ്രൂഫ് ചെയ്യണം. ഇന്ന പ്രായത്തിലുള്ള കുട്ടികളിൽ എത്താൻ പാടില്ലാത്ത കാര്യങ്ങൾ എത്തരുത്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും എളുപ്പത്തിൽ പറയുന്നത്. അത്രയും നമ്മുടെ ഒരു വലിയ രാജ്യമായതുകൊണ്ടും അത്രയും ജനങ്ങളുള്ളതുകൊണ്ടും പ്രാക്ടിക്കലി ഇത് പോസിബിൾ അല്ലാത്തതുകൊണ്ടാ ഇച്ചിരി സിനിമകൾ മിതത്വം കീപ്പ് ചെയ്താൽ ഇതെത്തില്ലല്ലോ എന്ന് പറയുന്നത്. അജിചേട്ടന്റെ പേരന്റിങ് എങ്ങനെയാ? കാരണം 4 കുട്ടികളുടെ അച്ഛനാണ്. അജിചേട്ടന്റെ ഏതൊക്കെ മൂവീസ് പിള്ളേരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്? ഇത് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ അവർ കുറച്ചെന്തോ എല്ലാ ദിവസവും സ്കൂൾ ഡേ തുടങ്ങിയപ്പോഴാണ് ഇത് വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കാണിക്കുന്ന സ്വഭാവം ഇല്ല. TV മൊബൈലും ഇല്ല. മൊബൈലില്ല, TV പിന്നെയും സമയപരിധിയിലുണ്ട്. കുറച്ചും കൂടി ഔട്ട്ഡോർ ഗെയിംസ് ആണ് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നല്ല. ഔട്ട്ഡോർ ഗെയിം ഇഷ്ടമാണ് പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ. കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു കുട്ടിയുടെ ന്യൂസ് അവറിലെ സംസാരം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അയാൾ പറഞ്ഞ ശരിയാ, ഞങ്ങളുടെ തലമുറയിലുള്ള കുട്ടികൾക്ക് പുറത്തു പോയി കളിക്കാൻ കളിയിടങ്ങൾ സ്ഥലങ്ങളും ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പകുതി ഇവര് മൊബൈലിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആവും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന അവർക്കുണ്ടാക്കാൻ പറ്റുമോ? അതിനുള്ള സാഹചര്യം അവരുടെ ചുറ്റുമുള്ള രക്ഷിതാകർത്താക്കള് അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റ്, രാഷ്ട്രീയ ഇടപെടലുകൾ വന്ന് നമ്മുടെ സ്റ്റേറ്റ് ഇടപെട്ട് ഇത്ര പരിധിയുള്ളൊരു ജനവാസം ഉള്ളൊരു ഏരിയയിൽ ഇത്ര കുട്ടികളുണ്ടെങ്കിൽ ആ ഡെൻസിറ്റിക്ക് അടുത്തുള്ളൊരു സ്ഥലത്ത് നമുക്ക് ഇത്രയേറെ പ്ലേ ഗ്രൗണ്ട് മസ്റ്റാണ് എന്നുള്ള നിയമം വന്നാൽ കുട്ടികളെല്ലാം ഗെയിംസ് ഭയങ്കര ഒരു സ്പോർട്സ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു മനുഷ്യന് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. കാര്യം പല കാര്യങ്ങൾ എൻഡ്യൂറൻസും ഒക്കെ വേറെ, ശാരീരികമായി ബലപ്പെടുത്തുന്ന കാര്യങ്ങൾ മാറ്റി നിർത്തിയാലും മാനസികമായും നമ്മൾ തളരുമ്പോൾ നമ്മളെങ്ങനെ കോപ്പപ്പ് ചെയ്യണം, അതിനെ നമ്മൾ തോൽക്കുമ്പോൾ അതിനെങ്ങനെ സ്പോർട്സ്മാൻ സ്പിരിറ്റിലോട്ട് എടുക്കണം. വാശിയും അഗ്രഷനും അല്ല, അത് കളിയുടെ ഇടയിലായിക്കോട്ടെ. പക്ഷെ തോൽത്ത് കഴിയുമ്പോൾ ഇയാൾ ഒരേപോലെ പ്രതിപക്ഷ ബഹുമാനത്തോടെ ബിഹേവ് ചെയ്യാൻ സ്പോർട്സ് പഠിപ്പിക്കും. പിന്നെ എന്താ പറയുക, ടീമിൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ സ്പോർട്സ് പഠിപ്പിക്കും. പിന്നെ ഈ ആവശ്യം നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ
കൺസ്യൂം ചെയ്യുന്നതോ ആണ് നമ്മൾ, അല്ലെ? നമ്മൾ എന്താണ് ചെവിയിലൂടെയും കേൾക്കുന്നതും കണ്ണിലൂടെ കാണുന്നതും നമ്മൾ ഭക്ഷിക്കുന്നതും ഒക്കെയാണ് നമ്മൾ ആകത്തുകയിലായി മാറുന്നത്. അപ്പം അതുകൊണ്ടാണ് പണ്ട് നമ്മൾ സ്ഥിരം കേൾക്കുന്നത്, രാവിലെ എണീറ്റാൽ നല്ലത് കാണൂ, ആണെന്ന് പറയുന്നത്. ഫ്രഷ് ആയിട്ടുള്ള മനസ്സിലോട്ട് നല്ലത് കൊടുത്താൽ നമ്മളുടെ ഔട്ടും പോസിറ്റീവായി വരും എന്നുള്ളത്. ഇതിലൊക്കെ കാര്യമുണ്ടെന്നുള്ളത് ഇപ്പൊ പതുക്കെ പതുക്കെ. ഞാനല്ല, ഇപ്പൊ അല്ല, ആയിരുന്നു. പക്ഷെ ഒരു കഴിഞ്ഞ പ്രത്യേകിച്ച് രഞ്ജി പണിക്കർ സാറിനോടൊക്കെ എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയ സമയത്ത്, അദ്ദേഹത്തിന് ട്വിൻസാണ് അച്ചുവപ്പോ, അപ്പോൾ അവരുടെ അടുത്തൊക്കെ സാർ എങ്ങനെ ഇടപെട്ടെന്ന് കാഷ്വലി ചോദിച്ചപ്പം ഒരു ഫ്രണ്ട്ഷിപ്പ് രീതി അദ്ദേഹത്തിനുണ്ടെന്ന്. പിന്നെ എൻ്റെ കുട്ടികൾ ഇപ്പം മുതിർന്നു വരുന്നപ്പം അത് കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. മറ്റേത് ഭയങ്കര ബോറിംഗ് ആയി തുടങ്ങി. ഒരു പേടി പിള്ളേർക്ക്. എന്തിനാണ് അവര് ഒട്ടും ഭയക്കാൻ പാടില്ലാത്ത സ്ഥലമായിരിക്കണം അവരുടെ വീട്. ഏത് വ്യക്തിയല്ലേ, അവരുടെ വീട്ടിലായിരിക്കണം അവർക്ക് ഏറ്റവും സ്വാതന്ത്ര്യം. എന്തും പറയാന്ന് പറഞ്ഞാൽ എന്നെ ഉദ്ദേശിച്ചത് മോശം വാക്ക് പറയാന്നല്ല, എന്തവരുടെ ജീവിതത്തിൽ തോന്നുന്നതും സംശയങ്ങളും അവരുടെ അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കാൻ ഫസ്റ്റ് അവർക്ക് ധൈര്യം തോന്നേണ്ട സ്ഥലം അവരുടെ കുടുംബമായിരിക്കണം, അവരുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തായിരിക്കണം. അതുകൊണ്ട് നാച്ചുറലി എനിക്ക് മനസ്സിലായി പപ്പനോ അല്ലെങ്കിൽ ചാക്കോ മാഷായിട്ട് കാര്യമില്ല, കുറച്ച് ചേച്ചി ഇപ്പോഴും കുറച്ച് സ്ട്രിക്റ്റ്. ഷീ വാസ് ഓൾവേസ് ലിബറൽ, റൈറ്റ്. അതുകൊണ്ട് തന്നെ അവരുടെ ഇക്വേഷൻ ബെസ്റ്റ് ആണ്. പിള്ളേർക്ക് ആർക്കെങ്കിലും അഭിനയത്തിനോട് ഒരു ടേസ്റ്റ് വന്നതായിട്ട് എപ്പോഴെങ്കിലും പ്രകടിപ്പിക്കുക? അജു ചേട്ടന്റെ കുട്ടികൾക്ക് ആരെങ്കിലും ഒരാൾക്ക്? ഞാൻ തടയുമല്ലോ, ഉറപ്പല്ലേ. അതില് ഒരുത്തരൊക്കെ വന്നിരുന്ന് ഭാവിയിൽ എന്നെ കുറിച്ച് എന്തൊക്കെ പറയും, അങ്ങനെയൊക്കെ വന്ന അയ്യോ എന്റെ അപ്പൻ അങ്ങനെയായിരുന്നു, എന്റെ അപ്പൻ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, അങ്ങനെ ചെയ്യുന്ന ഒരുത്തർ ഇപ്പൊ ഉണ്ടല്ലോ, എനിക്കറിയാലോ. അല്ല, അതൊക്കെ ഇവ കാണുമല്ലോ കുറച്ച് കഴിയുമ്പോ. ഓ, മാത്രല്ല ധ്യാൻ അവർക്ക് ചാച്ചനാണ് വിളിക്കുന്നത്, അപ്പൊ ഭയങ്കര ഫാനാണ് ഇവര് ധ്യാന്റെ. ധ്യാൻ അവന്റെ കാറിൽ ഭയങ്കര സ്പീഡ് എന്ന് പറഞ്ഞാൽ പെർമിസിബിൾ സ്പീഡിൽ ഈ കൊണ്ട് ഇവരെ കറക്കും. അപ്പം ഇവർക്ക് ഞാനിത് അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു ഡ്രൈവ് ഒന്നും കൊണ്ടുപോയി അങ്ങനെ ചെയ്യിപ്പിക്കില്ല. എപ്പോഴാണ് അച്ഛന്റെ കൂട്ടുകാരാണല്ലോ, ഭയങ്കര ഫാൻസാ. അപ്പൊ നാച്ചുറലി ഒരു കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇവന്റെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമല്ലോ, അപ്പൊ ഇവർക്കറിയാലോ, ഓ ചാച്ചൻ അങ്ങനെ ചാച്ചന്റെ ഫാദറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും കുറച്ച് പറയാനുള്ളത്. ഒരു സൈഡിൽ ഇരുന്ന് പറയും. അത് ചേച്ചി ഇടയ്ക്ക് ട്രിപ്പ് ഒക്കെ പോകുന്നത് ഇങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണാറുണ്ട്. അപ്പൊ ഈ കുട്ടികളൊക്കെ ചേട്ടൻ ഒറ്റയ്ക്കാണ് മാനേജ്, എങ്ങനെ മാനേജ്? ഒരു വട്ടം ഞാനിരുന്നു, അല്ലാത്തപ്പം ഞാൻ പറയും, ഇപ്പൊ നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഭയങ്കര യാത്ര എന്താ പറയാ സ്നേഹിയല്ല. അല്ല, എനിക്ക് അങ്ങനെ ജീവിതത്തിൽ മരിക്കുന്നതിന് മുന്നേ ഇത്ര രാജ്യങ്ങളോ സ്ഥലങ്ങളോ കാണണമെന്ന് സത്യസന്ധമായിട്ടും ആഗ്രഹമില്ല. ഫ്ലൈറ്റിൽ കയറാൻ പേടിയായതുകൊണ്ടല്ലേ? ശരി, എനിക്ക് തോന്നി. അല്ല, അല്ലാതെയും എനിക്കങ്ങനെ പണ്ടും ഫ്ലൈറ്റ് അല്ലാതെയും നമുക്ക് പോകാവുന്ന സ്ഥലങ്ങളുണ്ട്. ഞാൻ അങ്ങനെ ഭയങ്കര നല്ല തൽപരനേ അല്ല. അത് അങ്ങനെയുള്ളവരുണ്ട്. അപ്പൊ അത് കൊണ്ട് തന്നെ, പക്ഷെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയുള്ളവർ യാത്ര ചെയ്യുക. അപ്പൊ അതിനുള്ള ഒരു പ്രാവശ്യം ഞാനിരുന്നു, ആ പ്രാവശ്യം രസമായിരുന്നു. ഇവരോടൊപ്പം അപ്പോഴാണ് കുറേയും കൂടി അത് ഈ അടുത്ത ഇപ്പം കഴിഞ്ഞ വർഷം ഇവര് കുറേയും കൂടി വലുത്. എനിക്ക് ഭയങ്കര കുഞ്ഞുകുട്ടികളായിട്ട് ഞാൻ കണക്ട് ആവില്ല. മിക്ക കുഞ്ഞുകുട്ടികൾ എന്റെ കൂടെ ഇരുന്ന കരയും, ഒരു 5-10 മിനിറ്റ് ഞാൻ കരയും. കാര്യം ഒന്നും പറയാനില്ലല്ലോ, കുറച്ചും എനിക്കും ബോറടിക്കും. ഇപ്പൊ എന്ത് ചെയ്യാനാ, കൊഞ്ചിക്കാം നമുക്കിപ്പം. എന്താ ഇപ്പൊ കൂടിപ്പോ എന്താ മോളെ വാവേ തൊട്ട് തലോടി ഒരു 5 മിനിറ്റ് നമ്മൾ എടുത്തു, പിന്നെ എന്തെങ്കിലും പറ. എനിക്ക് ഇപ്പൊ സംസാരിക്കുന്ന പ്രായപ്പോ എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയി. അതായത് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ചന്ദ്രലേഖയിൽ ഇന്നസെന്റ് എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും വായിത്തുന്ന ഒരു അഭിപ്രായം പറയുമല്ലോ, അത് മതി. ഒരു റെസ്പോൺസ് അത് കിട്ടുന്ന ഏജ് തൊട്ടാ രസം എനിക്ക്. അത് അല്ലാത്തവരാണ് ഭൂരിപക്ഷം. അപ്പൊ എനിക്ക് തോന്നുന്നു കുഴപ്പം എനിക്കാ. ഇപ്പൊ ഞാൻ അതിശേഷം റീസെന്റ് പറയുന്ന കേട്ടു, കുട്ടികൾ ഇപ്പോഴും എടുക്കാൻ പേടിയാണ്. 4 കുട്ടികളെ എടുത്ത് ഈ അടുത്തൊരു ഷോട്ടില് ഒരു കുഞ്ഞിനെ തന്നു. വളരെ
നമ്മുടെ കുഞ്ഞാണെങ്കിൽ ഓക്കെ, ഓക്കെ. നമുക്ക് പേടിക്കണ്ട. ആ ആ ഒരു അമ്മയുടെ കുഞ്ഞാണ്. അപ്പം അമ്മയുടെ കുഞ്ഞെന്ന് ഞാൻ പറയാൻ കാര്യം, എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ ഇമോഷൻ അച്ഛന് വരില്ല. ഒരു അമ്മയുടെ ഇമോഷൻ ടുവേർഡ്സ് എ ബേബി വരില്ല എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. കാര്യം അമ്മ പ്രസവിച്ച കുഞ്ഞാണ്, അതൊരിക്കലും അച്ഛൻ പ്രസവിച്ച കുഞ്ഞാവില്ലല്ലോ. അപ്പോൾ ആ ഇമോഷൻ സയൻസ് മാറി ഇന്ന് അതും ആയെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞ പ്രകൃതിദത്തമായി ഇവിടെ നിലനിൽക്കുന്ന, ഇനി നാളെ 100 വർഷം കഴിഞ്ഞ് ഇത് മാറിക്കഴിഞ്ഞ് കയറി വിടരുത്. അപ്പോൾ ആ അമ്മയുടെ മുഖത്ത് തീർച്ചയായിട്ടും ഞാനൊരു കൺസേൺ കണ്ടു, എൻ്റെ കയ്യിലോട്ട് കുഞ്ഞിനെ തരുമ്പോൾ. അപ്പം അത് വരുമ്പോൾ നമുക്ക് വീണ്ടും പേടി വരും. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് ചെയ്യുമ്പോൾ മാർത്താണ്ഡൻ ചേട്ടൻ ഡയറക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് മമ്മൂക്കയുടെ കൂടെയുള്ള ഡയലോഗുള്ളൊരു ദിവസം. ഇപ്പം രാവിലെ വന്നു, മോനെ നീ ഡയലോഗ് പഠിച്ചോടാ. ആ ചേട്ടാ പഠിച്ചു ഞാൻ. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് മമ്മൂക്ക റെഡി ആയിട്ട് ഇറങ്ങാൻ തുടങ്ങി. അപ്പം മാർത്താൻ ചേട്ടൻ ഓടി അവിടെ നിന്ന് അസിസ്റ്റന്റ് വന്നിട്ട് പറഞ്ഞു മമ്മൂക്ക ഇറങ്ങാൻ പോകും. അപ്പം മാർത്താൻ ചേട്ടൻ ഓടി വന്നിട്ട് മമ്മൂക്ക ഇറങ്ങി. പിന്നെ ആ സെറ്റിൽ മുഴുവൻ അങ്ങോട്ട് ഇത് ഇങ്ങനെ കേൾക്കാം, നമുക്ക് ഇറക്കി. എല്ലാവരും പതുക്കെ സൈലൻ്റായി. അപ്പം നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടി തുടങ്ങി. അപ്പം മാർത്താൻ ചേട്ടൻ മോനെ ഡയലോഗ് പറയില്ലേ? ആ പഠിച്ചില്ലേ? ആ അവസാനം പുള്ളിയൊരു ചോദ്യം, നീ പറയോടെ? ആ ചോദ്യത്തിൽ ഞാൻ പറയുവോ? നമുക്ക് ഡൗട്ടായി. അവസാനം ഞാൻ പറഞ്ഞില്ല, മര്യാദക്ക് പറയാന്നുള്ള ഒരു തെറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നിരുന്നു ഇതിന് മുന്നേ പറഞ്ഞ ടോപ്പിക്. ആ അപ്പൊ എനിക്ക് ധൈര്യമുണ്ട്, എടുക്കാൻ പോവായിരുന്നു. ഈ അമ്മയുടെ മുഖത്ത് ഒരു ഇത് വന്ന ഭാവവ്യത്യാസോ നമുക്കൊരു ചില കാര്യങ്ങൾ മുഖത്ത് അറിയണം എന്നില്ലല്ലോ. നമുക്കല്ലാതെ ഒരു കെമിസ്ട്രി ഇന്ന ഗുഡ് വേ ആൻഡ് ബാഡ് വേ അല്ല, ഒരു വൈബ് കിട്ടില്ല. അപ്പൊ അമ്മയ്ക്കൊരു ടെൻഷൻ വരുമല്ലോ, എന്റെ ഇത്രയുള്ള പൊടിക്കുഞ്ഞിനെ ഏതൊരു അജുവർഗീസിന്റെ കയ്യിലോട്ട് കൊടുക്കുക എന്ന് പറയുമ്പം അത് കണ്ടതോടെ ഞാൻ എന്റെ കുഞ്ഞെ നീ കുഞ്ഞുങ്ങളാ ചിലപ്പോ ചാടും, ചവിട്ടിച്ചാടും. അപ്പൊ ഞാൻ എന്റെ സകല ശക്തി പുറത്ത് വെച്ച് ബ്ലോക്ക് ചെയ്തു, കുഞ്ഞിലല്ല. അതായത് നീ ചാടിയാലും അത് ഒരു കൺസേൺ ഉണ്ട്. കാര്യം അത് കളിപ്പാട്ടമല്ലല്ലോ. ഇപ്പം അജുചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മിക്കവരോടും തന്നെ അവസരം ചോദിക്കാറുണ്ട്, പക്ഷെ ഒരാളോട് മാത്രം ഞാൻ ഇതുവരെ അവസരം ചോദിച്ചിട്ടില്ല, വിനീത് ശ്രീനിവാസൻ. അപ്പം നിങ്ങൾ ഒരേ കോളേജിലായിരുന്നു. അപ്പം ആ ഒരു ഓർമ്മയിലേക്ക് ഇനി നമുക്കൊന്ന് പോവാം. വിനീത് ശ്രീനിവാസന് കടം ചോദിക്കാറുണ്ട്. കടം ചോദിക്കാറുണ്ട്. ഓക്കെ, വിനീത് ശ്രീനിവാസന് ആദ്യമായിട്ട് കോളേജിൽ കണ്ടാറുണ്ട്, സങ്കടങ്ങളൊക്കെ പറഞ്ഞു. അല്ല കടം തരാറുണ്ട്, ഞാനൊക്കെ കരയാറുണ്ട്, ഞാൻ സങ്കടങ്ങളൊക്കെ വിളിച്ചു പറയാറുണ്ട്. അപ്പം ആ കോളേജ് ടൈമില് ഒരു സ്റ്റുഡന്റ് എന്ന നിലയിൽ കണ്ട വിനീത് ശ്രീനിവാസനെ ആദ്യമായിട്ട് എങ്ങനെയാ കണ്ടത്? കോളേജിൽ അല്ല, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ കോമ്പൗണ്ടിൽ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കാൻ ഞാൻ അദ്ദേഹത്തിനെ കാണും. ഞങ്ങൾ പുറത്തുനിന്ന് നവീനും എൻ്റെ ഫ്രണ്ട് വിനീതിന്റെ ക്ലാസ്മേറ്റ്, അപ്പൊ നവീൻ ഞാൻ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വിനീതിനെ കാണുന്നത്. അന്ന് വിനീത് പാടിയിട്ടില്ല. സോ ശ്രീനി സാറിന്റെ മകനെ കാണുന്ന എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, ആർക്കും ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത്രയും വലിയ വ്യക്തിയുടെ മകൻ, അപ്പൊ അത് ആണ് ആദ്യം കണ്ട മൊമെന്റ്. സംസാരിച്ചത് എങ്ങനെയാ? നിങ്ങളുടെ സിഗരറ്റ് വലിക്കുമെന്ന് ഞാൻ ആദ്യം ചോദിച്ചു. അതാണല്ലോ നാച്ചുറലി ചെയ്ത്. നമ്മളൊരു കാര്യം ചെയ്ത് ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നാൽ നമ്മൾ എന്തൊക്കെയാ ചായ വേണോ? അതിന് അത്ര വലിയ ഒരു ആക്ടറിന്റെ മോനെ കാണുമ്പോൾ ആദ്യം തന്നെ സിഗരറ്റ് വേണോ എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു അതായിരിക്കും ന്യായമായിട്ട് വേണ്ടേന്ന്. പുള്ളി നമ്മൾ ചെയ്തു, ഇനി പുള്ളിക്ക് വലിക്കുന്ന ആളാണെങ്കിൽ ഇനി നമ്മൾ കൊടുത്തില്ലെങ്കിൽ സങ്കടം വരണ്ടല്ലോ. പക്ഷെ പുള്ളി ഇതൊന്നും ചെയ്യുന്ന ആളല്ല. അതെ. അപ്പൊ ആദ്യത്തെ റിയാക്ഷൻ ഓ വേണ്ട, അങ്ങനെയായിരിക്കും, വേണ്ട. അതിനുശേഷം ഇന്നും അങ്ങനെയാണ്. അതിനുശേഷം ഇപ്പൊ ഒരു ഗുരുവിനോടുള്ള ഒരു ബഹുമാനം തന്നെയാണ്. അഭിനയിച്ചു വേറെ ഗുരു എന്ന് വെച്ച് നമ്മള് താടിയും മഹർഷി വര്യനല്ലേ പറയണേ. സമ്പടി നമുക്കറിയാത്ത ഒരു തൊഴിൽ നമുക്ക് പഠിപ്പിച്ച് തരിക എന്ന് പറഞ്ഞാൽ ഏത് വ്യക്തിക്കും നമുക്ക് വേർഡ് ഗുരു എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മഹർഷിമാരുടെ ഫീല് വരുന്നത് കൊണ്ടാ മെന്റർ. അപ്പൊ ഇച്ചിരി കട്ടി കുറഞ്ഞില്ലേ? അപ്പൊ അത് വരുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഒന്നും ഞാൻ ഒരിക്കലും ചെയ്യും എന്ന് വിചാരിച്ച ഒരു ജോലി അല്ലിത്. ആ ജോലി എന്നെ ചെയ്യിപ്പിച്ചു പലവട്ടം. അയാൾക്കറിയാം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അല്ലേ? അയാളോട് പോയിട്ട് ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ തോൽവിയല്ലേ? അതെ അല്ലേ? അപ്പം അയാൾ എന്നോട് പറഞ്ഞത് നീ എല്ലായിടത്തും പോയി ചോദിച്ച് യു സർവൈവ്, അതേ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളൂ. പിന്നെ
VSന്റെ സ്കൂളിൽ നിന്ന് വരാൻ പറ്റുമ്പോൾ ഉള്ള ഗുണം, VSനോടുള്ളൊരു ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടമാണ്. ആസ് എ വ്യക്തി, ആസ് എ സിംഗർ, ആസ് എ ഡയറക്ടർ, ആസ് എൻ ആക്ടർ. ഇത് 4 പുള്ളിയോട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പൊ ആ ഇഷ്ടം ഇച്ചിരി കൊണ്ടുവന്ന ഞങ്ങൾക്കും കിട്ടും, ഇച്ചിരി തരും. മനസ്സിലായോ? വന്നു കഴിഞ്ഞാൽ വന്നോ കാണാനൊരു ഓപ്പർച്യൂണിറ്റി, ആയിക്കോട്ടെ എന്നുള്ള പ്രിവിലേജ് ഞങ്ങൾക്ക് മലർവാടി തൊട്ട് കിട്ടിയിരുന്നു, ഇന്നും കിട്ടാറുണ്ട്. വിനീത് കൊണ്ടുവന്ന് പിള്ളേരെന്നുള്ളത് പിള്ളേരല്ല ഇന്ന്, ബട്ട് അത് ഇന്ന് ഫീൽ ചെയ്യാം. അതെ, ഇപ്പം ഓരോ മൂവീസ് ചേട്ടൻ ആക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ കുറ്റം അല്ലെങ്കിൽ ക്രിറ്റിസിസം നല്ല രീതിയിൽ പറഞ്ഞു തരുന്ന ഒരു വ്യക്തി ആരാണ്? സിനിമ അഭിനയിച്ച് ഞാൻ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഞാൻ അത് എടുക്കാറുണ്ട്. മോശമാണെന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ തന്നെയാണ് ഫസ്റ്റ്. അതാണ് സോഷ്യൽ മീഡിയ എന്ന് ഞാൻ പറഞ്ഞു. ഒരു സാധനം മോശമാണെന്ന് ബഹുഭൂരിപക്ഷം പറയുവാണെങ്കിൽ അത് എന്തെങ്കിലും മോശം ഉണ്ടാവുമല്ലോ. നമ്മൾ ഇനി കണ്ണടച്ചിട്ടില്ല മോശമല്ല തുറക്കുമ്പോ അയ്യോ മോശമല്ല കാര്യമില്ലല്ലോ. അപ്പൊ അത് തെറ്റ് പറ്റിയെങ്കിൽ പറ്റി, ഇറ്റ്സ് ഫൈൻ. നമുക്ക് അവിടുന്ന് കറക്റ്റ് ചെയ്താൽ മതി. നമുക്ക് പരാജയപ്പെടത്തില്ലാത്തൊരു മനുഷ്യരെ കാണിച്ചു തരാമോ? ഇമ്പോസിബിൾ ആണ്. അങ്ങനെ ഒരു അങ്ങനെ ഉണ്ടോ ആരെങ്കിലും തോൽക്കാത്ത ഒരാൾ? എല്ലാരും അങ്ങനെ തോറ്റ് തന്നെ. ഒരു ഹൈ ഉണ്ടെങ്കിൽ ഒരു ഡിപ്പ് ഉണ്ട്. അതാണ് ബ്യൂട്ടിയും. പിന്നെയും നമുക്ക് എക്സൈറ്റ്മെന്റ് എപ്പോഴാ ഒരു കാര്യം ചെയ്യും, നമ്മളെല്ലാം നേടിക്കഴിഞ്ഞാൽ അജുവിനോട് ഒരു പക്ഷെ ആരും ചോദിക്കാത്ത ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് അജുവിന്റെ ഇപ്പോഴത്തെ ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ എന്ത് പൈസ തരണം? പ്രൊഡ്യൂസർമാർക്ക് താങ്ങാൻ പറ്റുന്ന ക്യാഷാണോ, അതെയോ താങ്ങാൻ മേലാത്ത അവസ്ഥയിലേക്ക് പൈസ കൂട്ടിയോ? ഒന്ന് അറിയാൻ വേണ്ടി പറയൂ. ലിസ്റ്റേച്ചി സ്വർഗത്തിന് തന്ന കാശ് തന്നാ മതി. നന്നായിട്ട് തന്ന ആളാ. ഇപ്പൊ ഇത് കേട്ട് കഴിഞ്ഞാൽ ലിസ് ചേച്ചി എന്തോ ഭയങ്കര ബുദ്ധിമുട്ടി, ഞാനെന്തോ ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്തു എന്നൊക്കെ തോന്നും. ലിസ് ചേച്ചി നല്ല കാശ് സ്വർഗത്തിൽ തന്നാ എനിക്ക്. അപ്പൊ അതന്നെ മതി. ഞങ്ങൾ കൂട്ടിയിട്ടൊന്നും ഇപ്പൊ അത് തരുന്നില്ല ആരും. അല്ല, എനിക്ക് നല്ല കാശ് തന്നു പുള്ളിക്കാരി മാത്രമല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് ആ പ്രൊഡക്ഷനിൽ. അപ്പൊ അത് CNC ഗ്ലോബൽ. ഐ എം വെരി ഹാപ്പി ടു വർക്ക്. സ്വർഗം ഇന്നിപ്പോ OTT-ൽ പ്രൈമിലും ഇവിടൊക്കെ വന്ന് നല്ല ഇന്ന് വേണ്ട സിനിമയായി മാറിയത് അല്ലേ? ഇന്ന് ഒരു വയലൻസും ഇല്ലാതെ ഫാമിലിയുടെ ഇമ്പോർട്ടൻസും അറ്റ് ദ സെയിം ടൈം ഒട്ടും റിഗ്രസീവ് തോട്ടില്ല. അതില് ഒരു പെൺകുട്ടി ഒളിച്ചോടുന്നുണ്ട്. ആ ഒളിച്ചോടിയ കുട്ടിയെടുത്ത് പോലും വന്നിട്ട് നാളെ കണ്ടവനെ വിശ്വസിക്കില്ലെന്നൊന്നുമല്ല പറയണേ. നിനക്ക് എന്തെങ്കിലും ഒരു കൺസേൺ വരുമ്പോൾ നീ ആദ്യം നിന്റെ മാതാപിതാക്കളോട് ആദ്യം ഷെയർ ചെയ്യുക. ഇന്നലെ പരിചയപ്പെട്ട ഒരാള് നീ മോശം എന്ന് നമുക്ക് വിധി എഴുതണ്ട. അയാൾ നിന്റെ ജീവിതത്തിൽ ഭാവിയിൽ ചിലപ്പോൾ ഭർത്താവോ അല്ലെങ്കിൽ വേറെ പല റോളിൽ ചിലപ്പം ഇവരെക്കാളും കൂടുതൽ നിന്നോടൊപ്പം ട്രാവൽ ചെയ്യാൻ പോണ ഒരാളായിരിക്കും. പക്ഷെ നിനക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്ന് വരുമ്പോൾ നീ ഏറ്റവും കൂടുതൽ ചെറുപ്പം തൊട്ടേ കണ്ടുവന്ന ഇവരെയല്ലേ ഫസ്റ്റ് നിനക്ക് വിശ്വസിക്കണ്ടേ, ഫസ്റ്റ് നിനക്ക് ഡൗട്ട് ചോദിക്കണ്ടേ, അത് നീ അവരിൽ ചോദിക്കുക എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജ് അതിൽ കൊടുക്കുന്നുണ്ട്. അത്രയും പോസിറ്റീവ് പ്രോഗ്രസീവ് തോട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു ഫാമിലി പടം. അല്ലാതെ ഫാമിലി പടം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇപ്പോഴത്തെ നേരത്തെ പറഞ്ഞ ചിന്താഗതികൾ വെച്ചിട്ട് നമ്മളതിനെ കാലഹരണപ്പെട്ട തോട്ടൊന്നുമല്ല. വളരെ ഫോർവേഡ് തോട്ടും അതിൽ ജോലിക്കായിട്ട് റോബോട്ടിനെ കൊണ്ടുവന്ന് വെച്ചാൽ അത് റോബോട്ട് മാറിപ്പോന്നൊക്കെ അത് ചെയ്തൊരു ആളാണ്. അപ്പൊ അത് ബ്യൂട്ടിഫുൾ പേഴ്സൺ അറ്റ് ഹാർട്ട്, ബ്യൂട്ടിഫുൾ പേഴ്സൺ ബൈ ലുക്സ്, വെരി പോസിറ്റീവ്. ഞാൻ ഓർക്കാൻ കാര്യം, ഞാൻ പരിചയപ്പെടുമ്പോൾ ലിസി ഫെർണാണ്ടസ് ആയിരുന്നു. റിലീസ് കഴിയാറായപ്പോഴത്തേക്ക് ഡോക്ടർ ലിസി ഫെർണാണ്ടസ് ആയി. അതായത് 4 വർഷം മുമ്പ് തുടങ്ങിയ തീസിസ് എല്ലാം സബ്മിറ്റ് ചെയ്ത് പുള്ളിക്കാരെ ഡോക്ടറേറ്റ് എടുത്തു. അത് കാണാൻ ചെറുപ്പമാണെന്നേ ഉള്ളൂ, അത്യാവശ്യം പ്രായമുണ്ട്. അപ്പോ ഈ പറഞ്ഞ പോലെ കൊച്ചുമക്കളൊക്കെ ഉള്ള വ്യക്തിയാ. അപ്പോ ആ ഏജിലും ആ ഡ്രൈവ് കണ്ടില്ലേ, എനിക്ക് ഏത് ജെൻഡർ ആയിക്കോട്ടെ, അങ്ങനെ ജെൻഡർ വെച്ച് ഞാൻ പറഞ്ഞതല്ല, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവരെ കാണുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റാണ്. അവിടെ തെറ്റ് പറ്റിക്കോട്ടെ, ഇറ്റ്സ് ഫൈൻ. ലിസി ചേച്ചി വന്നുകൊണ്ട് തന്നെ നമ്മുടെ പെരിച്ചാഴിയിലെ പ്രൊഡ്യൂസർ സാന്ദ്ര തോമസ് ആ ഒരു മൂവിയിലേക്ക് വിളിച്ചപ്പോ കല്യാണം വരെ ഞാൻ മാറ്റി വെച്ചാലും ഞാൻ വരും, വന്ന് അഭിനയിക്കും എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു പെരിച്ചാഴിക്ക് ആ സമയത്ത് എന്തോ ഒരു ഡേറ്റ് മാറ്റാനോ എന്തോ. അപ്പൊ ഞാൻ പറഞ്ഞു സാന്ദ്ര എന്ത് പറയാവുന്ന കാര്യമില്ലുള്ളൂ. കാര്യം ഒരിക്കലും അഗസ്റ്റീൻ അത് നോ പറയില്ല, അഗസ്റ്റീൻ്റെ പാരന്റ്സ് പറയില്ല.
എന്റെ പാരന്റ്സ് പറയില്ല. കാര്യം എനിക്ക് അങ്ങനത്തെ ഒരു അവസരം കിട്ടാണ്. അത് US ആയതുകൊണ്ടല്ല. US ഇസ് നെവർ എക്സൈറ്റിംഗ് ഫോർ മീ. ഞാൻ പറഞ്ഞില്ലേ ലാലേട്ടൻ ദ മോഹൻലാൽ, അത് ലിജോ ചേട്ടൻ പറയുന്നത് മലയാളത്തിന്റെ ലാലേട്ടൻ അല്ലേ. ലാൽ സാറിനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്ന ഭാഗ്യം, അത് ഹാർഡ് കോർ ഫാനായി എനിക്ക് എന്ത് വില കൊടുത്തും അത് നേടണമെന്നുണ്ടായിരുന്നു. ഞങ്ങൾ പെരിച്ചാഴി ഇപ്പൊ ഞങ്ങൾ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് ആളായാലും ഹസ്ബൻഡ് ആയാലും ഇരുന്ന് കാണും. ഭയങ്കര രസമാണ്. ഞങ്ങൾ ചോറ് കഴിക്കും. അതിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് വരെ, സെക്കൻഡ് ഹാഫ് ഒരു ഇച്ചിരി വരെ ഭയങ്കര രസമാണ്. പിന്നെ കുറച്ച് ലോജിക്കൽ, നമുക്ക് അവിടെ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ള അന്ന്. ഇന്ന് ചിലപ്പോ അതൊക്കെ വർക്കായ ആർക്കറിയാം. ലാലേട്ടനായിട്ട് പെരിച്ചാഴില് എവിടെയും ഷെയർ ചെയ്യാത്തൊരു ഒരു സംഭവം എനിക്ക് എന്നാ ഷോയിൽ ഒന്ന് പറയാമോ? ഇൻസിഡന്റ് ആയിട്ട് എനിക്ക് പറയാൻ എന്താ പറയുക, അത് പറഞ്ഞ ഉള്ള പ്രോബ്ലം, അദ്ദേഹത്തിന്റെ നാളെ ചിലപ്പം അത് വെച്ച് ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയ നമുക്കൊന്നും പറയാൻ പറ്റില്ല, കളിയാക്കും. പക്ഷെ ഈ ജീവജാലങ്ങൾ മനുഷ്യരെന്ന് മാത്രമല്ല, അതിൽ എല്ലാം ഉൾപ്പെടും, ജീവനുള്ള എന്തും, ചെടികൾ വരെ. അതിനോട് അദ്ദേഹം കൊടുക്കുന്ന റെസ്പെക്റ്റ് ജെനുവിനായിട്ടും ഞാൻ തിരിച്ചറിഞ്ഞ മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു ഇല വലിച്ചു കീറിയപ്പം അപ്പം അത് വളരെ കാഷ്വലി ഞാൻ ചെയ്തൊരു കാര്യം. പക്ഷെ അദ്ദേഹം അതിന് എന്നോട് പറഞ്ഞ കാര്യവും മറ്റു പലയിടങ്ങളിൽ നിന്നും ഞാൻ ഇതേ സിമിലർ ഇൻസിഡൻറ്റ് നടന്ന് കേട്ടിട്ടുണ്ടായിട്ടുണ്ട്. അത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു, ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ഇങ്ങനെ ഒക്കെ ചിന്തിക്കണമല്ലേ മനുഷ്യൻ, അല്ലേ? അത് പിന്നെ പ്രതിപക്ഷ പരസ്പര ബഹുമാനം, ഈ ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നുള്ള ബ്യൂട്ടിഫുൾ തോട്ട് അത്രയും മനോഹരമായിട്ടാണ് അദ്ദേഹം അത് കീപ്പ് ചെയ്യുന്നത്. പിന്നെ അഡാപ്റ്റീവ് ആയിട്ടുള്ളൊരു നേച്ചർ, കംപ്ലൈൻസ് ഇല്ലാതിരിക്കുക എന്നുള്ളത് എത്ര ബ്യൂട്ടിഫുള്ളാണ് എന്നുള്ളത് എനിക്കൊന്നും ജന്മത്ത് പറ്റില്ല, ഭൂരിപക്ഷം മനുഷ്യർക്ക് പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അദ്ദേഹത്തിന് അത് ബ്യൂട്ടിഫുള്ളായിട്ട് പറ്റുന്ന കാര്യം. ഇതൊക്കെ ഞാൻ ആ മനുഷ്യനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എൻ്റെ ഇത്രയും കാലത്തിൽ. അത് ലാലേട്ടൻ്റെ ഇന്റർവ്യൂ, റീസെന്റ് വന്ന ഇന്റർവ്യൂവിലൊക്കെ ലാലേട്ടൻ വളരെ ജെന്യുവൻ ആയിട്ട് തന്നെയാണ്. ലാലേട്ടന് തന്നെ അറിയാം ഇപ്പൊ കുറെ ട്രോൾസും കാര്യങ്ങളും കുറെ ഇതൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ ലാലേട്ടൻ ആ റീസെന്റ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ലാലേട്ടന് എന്ത് ജെന്യുവൻ ആയിട്ട് അദ്ദേഹത്തിന്റെ ഇത് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടപ്പോഴാണ് അത് ഞാൻ ചിരിച്ചുപോയി. സത്യമല്ലേ, അദ്ദേഹം ശ്രദ്ധിക്കേട്ടനോടാണെന്ന് തോന്നുന്നു പറയുന്നത്, നമ്മളൊക്കെ എന്റർടൈനേഴ്സ് ആണ്, അപ്പൊ നമ്മളുടെ കമന്റിന്റെ അടിയിൽ വന്ന് രണ്ട് തെറി പറഞ്ഞ അയാൾക്ക് സന്തോഷമാണെങ്കിൽ സന്തോഷമായിക്കോട്ടെ. അതെ, എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആസ് ആൻ ആക്ടർ, വ്യക്തി ചെയ്യുന്നതും ചെയ്തിട്ടുള്ളതുമായ വ്യക്തികളിൽ ഒരാളാണ്. ഓക്കേ, ഇപ്പൊ എമ്പുരാൻ എത്രത്തോളം എക്സൈറ്റ്മെന്റിലൂടെയാണ് ഇരിക്കുന്നത്? ഈ പപ്പേട്ടൻ പറയുന്നുണ്ടല്ലോ, എനിക്ക് ലൂസിഫർ, എല്ലാരെയും പോലെ തന്നെ അങ്ങനെ ഒരു സിനിമയ്ക്കായിട്ടൊന്നുള്ളല്ലോ ആ ഇഷ്ടം. എമ്പുരാൻ എന്താണേലും റിലീസ് ആകുമ്പോൾ കാണാൻ പോകുന്ന പടങ്ങളിലും. അതെന്തുകൊണ്ട് ആ ഒരു ലവ് ആൻഡ് കൺസ്ട്രക്ഷനിൽ ആ ലൂസിഫർ, എമ്പുരാൻ, KGF സ്ക്രിപ്റ്റഡാ? ഒരു കാര്യമുണ്ട് കേട്ടോ അതിൽ. ഞാൻ ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനെ പറഞ്ഞതിന് പിന്നെ ഞാൻ ജിയോ ബേബി ചേട്ടനെ വിളിച്ചു, അത് പറയണം. ഞാൻ പറഞ്ഞു വിഷ്ണു ഇത് ഞാൻ പറയില്ല, കാര്യം നാഷണൽ അവാർഡ് കിട്ടിയ ഒരു സിനിമയാണ്. നമ്മൾ തമാശയ്ക്ക് ഒരു സിനിമയിൽ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ ചിലപ്പോൾ അതിനെ ഞാൻ പുച്ഛിച്ചായിട്ടൊക്കെ എടുക്കാം. ഇത് വിഷ്ണുവിൻ്റെയും വിയോജിപ്പ് ആയിട്ടൊക്കെ അതിനെ കാണാം, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. അപ്പം ഞാൻ പറഞ്ഞു ജിയോ ചേട്ടനോട് ഇത് പറയണം. പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടില്ല എനിക്ക് എക്സാക്ട്. അപ്പോൾ രാവിലെ ഷൂട്ടിന് മുന്നേ വിഷ്ണു ജിയോ ചേട്ടനെ വിളിച്ചു. അപ്പോൾ ജിയോ ചേട്ടൻ്റെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണണം. ജിയോ ചേട്ടനോട് ധൈര്യമായിട്ട് പറയടോ. അതോടെ ഞാൻ പറയാം പിന്നെന്താ, അതിൽ ഞാൻ ഈ സിനിമ കണ്ടിങ്ങനെ ഉറങ്ങുന്നുണ്ട്. പക്ഷെ എന്താ അറിയോ, അയാൾ പഠിക്കാൻ ശ്രമിക്കുക. അയാൾ ഇങ്ങനൊക്കെയാണോ വേണ്ടേ, ഓക്കെ, ഞാൻ ഇങ്ങനെയാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുക. അത് പറയുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസെക്യൂരിറ്റി ഇല്ലാത്ത ഒരാളാണ്. ധ്യാനെ പോലൊക്കെ ഞാൻ പറയും, അവര് ഇൻസെക്യൂർ അല്ല. ജിയോ ചേട്ടനൊക്കെ സെൽഫ് കോൺഫിഡൻസ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. അത് ഞാൻ വളരെ അതിശയിച്ചു പോയും. അതിനെ തരുന്ന ഉത്തരം ശരി ആയിക്കോട്ടെ എന്നൊന്നല്ല, ധൈര്യമായിട്ട്. അതായത് എന്നെ നീ ഒന്ന് മോക്ക് ചെയ്തോളൂ, അല്ലെങ്കിൽ എൻ്റെ ഒരു വർക്കിനെ. കാര്യം പുള്ളിക്കറിയാം ആ വർക്ക് വളരെ മഹത്തര, നീ അതിനെ പോക്കോ എന്ത് ചെയ്താലും ഒരു പുല്ല് വരാൻ പറ്റില്ല. എനിക്ക് ഇതില് എടുത്തു പറയേണ്ട അജുചേട്ടന്റെ അമ്മയുടെ ക്യാരക്ടർ അസാധ്യമായിട്ട്, ഞങ്ങൾ രൂപം കൊണ്ടും ഭയങ്കര മാച്ചിങ് ആണ്. ഞങ്ങളുടെ ആ അമ്മയുടെ ചേഷ്ടകൾക്ക് പപ്പൻ കറക്റ്റാ. അതെ,
ആ അമ്മ വളർത്തിയ ഇങ്ങനെ വരും. ആ വ്യക്തിയല്ല, അല്ല, ആ കഥാപാത്രത്തിലെ അമ്മ. കഥാപാത്രം, ആ അമ്മ വളരെ രസകരമാണ്. ഒരിക്കലും ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒന്നല്ല. പക്ഷെ ആ അമ്മ വളർത്തുന്ന പപ്പൻ ഇങ്ങനെയൊക്കെ വരാം. ഇപ്പം ആ അമ്മയുടെ മാത്രല്ല, അതിൽ ഓരോ ക്യാരക്ടേഴ്സ്, ഇപ്പൊ ഫ്ലാറ്റിലത്തെ നെയ്ബേഴ്സ്, അവരുടെ നോട്ടങ്ങളും എല്ലാം ഞാൻ വിഷ്ണുനോട് ചോദിച്ചു, ഇത്രയും നീ എങ്ങനെ എഴുതാൻ പറ്റി? ചില ഓടുന്ന ഒരു ഒരു പെണ്ണോടുമ്പോ 4 പേര് നോക്കുന്നത്, അതെ, വെച്ച ഷോട്ടും രസമുള്ള ഷോട്ടായിരുന്നു. ഇത് ചുറ്റുമുള്ളതാ. അതാണ് ഒരു റൈറ്ററിന്റെ ഒബ്സർവേഷൻ സ്കിൽ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. സത്യം. അപ്പൊ ഞാൻ ഒരു ചെറിയൊരു സെഗ്മെന്റിലേക്ക് ഞാൻ അജിഷേട്ടനെ കൊണ്ടുപോവാണ്. ഇപ്പൊ ഞാൻ കുറച്ച് സെഗ്മെന്റ് ആണ്, കുറച്ച് സ്റ്റേറ്റ്മെന്റ്, ഒരു സെന്റൻസ് പറയും, അതിൽ 3 ഉത്തരങ്ങൾ, 3 ആൻസേഴ്സ് എനിക്ക് വേണം. ഒരു ക്വസ്റ്റ്യനിൽ 3 ആൻസേഴ്സ്. മനസ്സിലായോ? എന്നുവെച്ചാൽ ഈ സെഗ്മെന്റ് 3 സംഖ്യകളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് 3 ഉത്തരങ്ങൾ എനിക്ക് വേണം. അജു വർഗീസിനെ 3 വാക്കുകളിൽ വിശേഷിപ്പിക്കുക. ഓവർ തിങ്കിങ്, ഓക്കെ, പങ്ക്ച്വൽ, ഓക്കെ, സീറോ വിൽ പവർ. പൊതുവെ പ്രേക്ഷകർ പറയാറുള്ള കാര്യം എന്താ? എൻലെസ് ട്രൈ ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ്. കറക്ഷൻസ്. വെരി ഗുഡ്. പ്രേക്ഷകർ പറയുന്നത് എന്താണ്? ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള പേഴ്സൺ ആണ്. അത് ഭയങ്കര ആപേക്ഷികമാണ്. കുറെയൊക്കെ നമ്മളൊരു ഡെക്കറം കീപ്പ് ചെയ്യണം. ഒരു പൊതുമധ്യത്തിൽ വന്ന് സമൂഹ മധ്യത്തിൽ നമ്മൾ പെരുമാറുമ്പോൾ. അല്ലാത്ത എൻ്റെ മുറിയിൽ എൻ്റെ കോളേജിൽ പഠിച്ച കൂട്ടുകാരനോട് ഞാൻ പച്ചത്തെറി പറയുന്നുണ്ടാവും ചിലപ്പോൾ, അല്ലേ? അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് അതിനോട് ഞാൻ വിശ്വസിക്കില്ല. സോഷ്യൽ മീഡിയയിലെ ഗ്ലോറിഫൈ ചെയ്യുന്ന പല കാര്യങ്ങളോടും എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. സത്യത്തിൽ അതൊന്നും അല്ലല്ലോ, എനിക്കറിയാമല്ലോ. അഭിനയമല്ലേ ഇതൊക്കെ. അജു വർഗീസിന്റെ 3 ഹിഡൻ ടാലന്റ്സ്. എല്ലാം എക്സ്പോസ്ഡ് അല്ലേ, ഉള്ളതൊക്കെ വിറ്റിട്ടാ ഇവിടെ നിൽക്കുന്നത്. അല്ലാതെ പറ്റുമോ പിടിച്ചേക്കണ്ട് എല്ലാ നമ്പറും അല്ല. ഇപ്പൊ നമുക്ക് പറയാം, മുറിയിൽ പാട്ട് പാടിയിട്ടുണ്ട്, ഇപ്പൊ അതും സിനിമയിൽ പാടി. അപ്പൊ ഇങ്ങനത്തെ ഊള ഡാൻസ് കളിച്ചിട്ടുണ്ടെന്ന് ഇനിയും പറയാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ കണ്ടില്ലേ. അപ്പം അതും പറയാൻ പറ്റില്ല. ഇതൊക്കെ ഒരു ഡാൻസ് ആണോ? വരയ്ക്കില്ല. ചേച്ചി ഫാഷൻ ഡിസൈനിങ് ആയിട്ട് എനിക്കതില്ല. ഇല്ല, എനിക്ക് അങ്ങനെ ഹിഡൻ ആയിട്ടൊന്നുമില്ല. ഓർക്ക് ഞാനിപ്പോ ഒന്ന് ഓർത്തോട്ടെ. ഹിഡൻ ടാലന്റ്സ് ഒന്നുമില്ല. ഓക്കെ. കൂടെ വർക്ക് ചെയ്യണമെന്ന ആഗ്രഹം തോന്നിയ 3 അന്യഭാഷ സംവിധായകർ. ഞാൻ ചാൻസ് ചോദിച്ചിട്ടുണ്ട് അവരോടൊക്കെ. ഇപ്പം പോസ്റ്റ് കോവിഡ് എച്ച് വിനോദ് സാർ, 3 പേര് വേണം. എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലേ? ചോദിച്ചതല്ല, ആഗ്രഹം. ഈ 3 ഡയറക്ടർ. മണിരത്നം, അത് കൂടി പോവെന്നുള്ളത് നമുക്ക് ആഗ്രഹിക്കാം, കിട്ടൂല. അങ്ങനെ എനിക്ക് ഇദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഇഷ്ടമാണ്. നമ്മുടെ 3D രാജ്കുമാർ ഹിറാനി. ഓക്കെ, അത് നടക്കട്ടെ. ഒരു തമിഴ് പടത്തിൽ ആക്ട് ചെയ്തില്ലേ? അത് റാം സാറിന്റെ ഗ്രേറ്റ് എൻട്രി ആയിരുന്നു അത്. അല്ലെങ്കിൽ റാം സാറിന്റെ പേര് വന്നേനെ. കാര്യം ഞാനും നിവിനും കൂടെ തമാശ അല്ല കേട്ടോ, തമാശ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസിഡന്റ് പറയാം. വടക്കൻ സെൽഫി കഴിഞ്ഞിട്ട് ഞാനും നിവിനും കൂടെ മദ്രാസിൽ ഷൂട്ട്, എൻ്റെ ചില പോർഷൻ ചെന്നൈയിലുണ്ടല്ലോ. അപ്പോൾ ആ പോർഷൻ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ചായ കുടിക്കുക 5 മണി. അന്ന് പാക്കപ്പായി. അപ്പോൾ പിന്നെ നമ്മൾ ഇന്ന് വൈകിട്ട് എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചിരിക്കുമ്പം നിവിനെ പറഞ്ഞിടാ, ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് തങ്ക മീനുകളുടെ ഡയറക്ടർ, നാഷണൽ അവാർഡ് കിട്ടിയ റാം ഡയറക്ടർ. അപ്പം നിവിൻ പറഞ്ഞു വർക്ക് ചെയ്യണം. അപ്പം ഞാനത് ബോധയുടെ അല്ല, കാര്യം അന്ന് എൻ്റെ മനസ്സിലില്ല മറ്റ് ഭാഷ. കോവിഡ് 2022-3 വരെ എൻ്റെ മനസ്സിലില്ല. KCF വരെ എൻ്റെ മനസ്സിലില്ല. അപ്പം ബട്ട് ഐ റെസ്പെക്ട് ഡയറക്ടേഴ്സ്. എന്ന് വെച്ചാൽ നമുക്ക് വർക്ക് ചെയ്യണമെന്നില്ല, പക്ഷെ നിവിൻ മനസ്സിലുണ്ട് വർക്ക് ചെയ്യാം. ചെയ്തവര് റാം സാറിന്റെ അടുത്ത് ഇറങ്ങാൻ പോണ പടം നിവിനാ. ഷൂട്ട് ചെയ്ത് കുറച്ചാളായി. നിവിനും സൂര്യയും കൂടെ ഉള്ളത്. അതിന്റെ ഡബിങ്ങിനായിട്ട് കണ്ടപ്പോൾ നിവിൻ എന്നെ വിളിച്ചുകൂടാ, റാം സാറിന്റെ പടത്തിൽ അഭിനയിക്കണോ?
അപ്പം ഞാൻ ഈ 2023 ഡിസംബറിൽ KCF ഷൂട്ട് ചെയ്തതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നു, എന്തോ ഷെഡ്യൂൾ ചെയ്തു. അപ്പോഴാണ് ഈ കോൾ വരുന്നത്. ഞാൻ ആലോചിച്ച് ഷോറിയിൽ റെഡിയാക്കി ഒരു ഷബീർ എന്ന് പറഞ്ഞ എഡിറ്ററേയും കൊണ്ട്. ഞാൻ ഉടനെ ഡബ്ബിങ് സ്ഥലത്ത് പോയി. അങ്ങനെ എനിക്ക് റാം സാറിൻ്റെ പടത്തിൽ വേഷം കിട്ടി. അതിപ്പോൾ അദ്ദേഹത്തിന് അതിന് ശേഷമുള്ള പടം. അതിപ്പോൾ റോട്ടർഡാം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചു. അതിലെ ഹീറോയിൻ ഗ്രേസ് ആന്റണിയാണ്. അതിൽ നല്ല ക്യാരക്ടറാണ്, ചെറുതാ പക്ഷെ വെരി ഡിഫറെൻറ്റ്, വെരി മെച്യൂർഡ് ക്യാരക്ടർ. അത് എൻ്റെ ഒരു സിനിമ ആദ്യമായിട്ട് ഈ പറയുന്നത് സോ കോൾഡ് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ പോയി അവിടെ ആ സീൻ ആൾക്കാർ കാണുന്നൊരു ഫോട്ടോ റാം സാർ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ വിനീതിനെ കിട്ടിയ പോലെ ഗ്രേറ്റ് ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ പേരൻപ് നമ്മൾ കണ്ടതാണ്. മമ്മൂക്കയുടെ ഫേവറേറ്റ് ഡയറക്ടേഴ്സിൽ ഒരാളാണെന്നാണ്. വർക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഫേവറേറ്റ് എന്ന സെൻസ് വർക്ക് ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടുള്ളതെന്ന് പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട്. സോ അത് ചെറിയൊരു കാര്യമല്ലല്ലോ.